സഹകരണ സംഘങ്ങൾ വഴി ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുന്നത് നിർത്തലാക്കിയ സർക്കാർ തീരുമാനത്തിൽ സഹകരണ വകുപ്പിന് അതൃപ്തി. തീരുമാനം ധനവകുപ്പിന്റേതാണെന്ന് മന്ത്രി എം ലിജു. പെൻഷൻ വിതരണം സഹകരണ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വരുമാനമായിരുന്നുവെന്നും ഇത് തുടരണമെന്നാണ് സഹകരണ വകുപ്പിന്റെ ആഗ്രഹമെന്നും മന്ത്രി പറഞ്ഞു. സഹകരണ മേഖലയെ സംബന്ധിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒഴിവാക്കുന്നതിനെതിരായിട്ട് സഹകരണ സംഘങ്ങൾക്ക് നിലപാടുകളുണ്ട്. അതൊരു ധനകാര്യ വകുപ്പിൻ്റെ തീരുമാനമായിരുന്നു, ഒരു ഫിനാൻഷ്യൽ ഡിസിഷനായിരുന്നു അത്. കാരണം വിതരണം അവരുടെ ധനകാര്യ വകുപ്പാണല്ലോ അതിലെ പ്രധാന പങ്ക് വഹിക്കുന്നത്. സഹകരണ മേഖലയെ സംബന്ധിച്ചിപ്പോൾ ഒരു സംഘത്തിന് വിതരണം നടത്തുമ്പോൾ ഒരു വീട്ടിൽ കൊടുക്കുമ്പോൾ 25 രൂപ സംഘങ്ങൾക്ക് ലഭിക്കും, 5 രൂപ ഒരു വിതരണക്കാരന് ലഭിക്കും. പിന്നെ സഹകരണ കൺസോർഷ്യം വഴി ഏകദേശം 40,000-ഓളം കോടി രൂപ അടുത്ത് സംഘങ്ങൾ സഹകരണ കൺസോർഷ്യം വഴി സഹകരണ പെൻഷനായി കൊടുത്തിട്ടുണ്ട്. സഹകരണ മേഖലയിൽ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ. അതോടൊപ്പം തന്നെ സഹകരണത്തിലെ മേഖലയിൽ നിൽക്കുന്ന സംഘങ്ങൾക്കും ജീവനക്കാർക്കും ഇത് പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ട്. സഹകരണ വകുപ്പ് ആ കാര്യത്തിൽ ഉള്ള ചില ആശങ്കകൾ പറഞ്ഞിട്ടുമുണ്ട്. ഷീജ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷീജ, ഈ ഒരു തീരുമാനം ധനവകുപ്പ് എടുത്തപ്പോൾ വളരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. ഇപ്പോൾ ഇതാ ഈ സഹകരണ സംഘങ്ങൾ വഴി ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുന്ന നടപടി തെറ്റായിരുന്നു എന്ന് പറയുകയാണ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതിൽ കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും ചിന്തൂരി, അതായത് ഈ സഹകരണ വകുപ്പ് ബാങ്കുകളിലൂടെ ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതാണ് ഇപ്പോൾ സർക്കാർ നിർത്തലാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും സഹകരണ വകുപ്പിന് കൃത്യമായിട്ടുള്ള അതൃപ്തിയുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ മാത്രം തീരുമാനമാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലിജു പറഞ്ഞത്, അതായത് സഹകരണ വകുപ്പ് മന്ത്രിയായ എം ലിജു പറഞ്ഞത്, നിലവിൽ ഈ ഒരു തീരുമാനം കൈക്കൊണ്ടത് ധനവകുപ്പാണ്. ഇതിൽ സഹകരണ വകുപ്പിന് ആശങ്കയുണ്ട്. പ്രധാനമായും സഹകരണ വകുപ്പിലെ ജീവനക്കാർക്ക് ഈ ക്ഷേമ പെൻഷൻ അതാത് വീടുകളിൽ എത്തിക്കുന്ന ജീവനക്കാർക്കും സഹകരണ സംഘങ്ങൾക്കും കൃത്യമായി ഇതുകൊണ്ട് ഉള്ള ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അവർക്ക് അതിൻ്റെതായ അലവൻസും കാര്യങ്ങളും ഒരു ചെറിയ നിശ്ചിതമായ തുകയായി ലഭിക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി അത് തുടരണം എന്നുള്ളത് തന്നെയാണ് സഹകരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തന്റെ അഭിപ്രായം എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി ലിജു പറഞ്ഞത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമക്കേടിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനത്തിലേക്ക് പോയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ലിജു വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലടക്കം മുഖ്യമന്ത്രി തീരുമാനം സഭയിൽ പ്രഖ്യാപിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള അറിവും ആ വകുപ്പിന്റെ എക്സൈസ് വകുപ്പിന്റെ മന്ത്രിയായിരുന്ന ലിജിയിനുണ്ടായിരുന്നില്ല. തുടർന്ന് അദ്ദേഹം അതിലുള്ള അതൃപ്തി മുഖ്യമന്ത്രി നേരിട്ട് അറിയിക്കുകയും അടക്കം ചെയ്തിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിലും, അതായത് സഹകരണ സംഘങ്ങൾ മുഖേന വീടുകളിൽ ക്ഷേമ പെൻഷൻ എത്തിക്കുന്നതിലും സമാനമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ സ്വന്തം നിലയ്ക്കുള്ള ഒരു തീരുമാനം ആയി തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. സഹകരണ വകുപ്പിന് ഇതിൽ കൃത്യമായിട്ടുള്ള അതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വകുപ്പ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്.